ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് എത്രണ്ണം ഉണ്ടാകില്ലെന്ന് ഒരു കാര്യം ഉറപ്പാണ്, മരിക്കും. ഇല്ല, മരിക്കുമല്ലോ. അതിപ്പോ നീ രാവിലെ ബോൺവിറ്റിയാണ് കഴിക്കുന്നതെങ്കിലും വൈകിട്ട് പാല് കുടിച്ചാണ് കിടക്കുന്നതെങ്കിലും നീ തീരും. രാവിലെ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും നീ തീരും. നീ വെള്ളം അടിച്ചാലും ഇല്ലേലും എന്നാ പിന്നെ വെള്ളം അടിച്ചു മരിച്ചുകൂടി അച്ചോ? പിന്നെ അങ്ങനെ മരിക്കാം. എങ്ങനെയായാലും മരിക്കും. എങ്കിൽ അച്ഛൻ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എങ്കിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജീവിക്കേണ്ടതുപോലെ ജീവിച്ചുകൂടെ? എണ്ണി തിട്ടപ്പെടുത്തി സ്വർഗം തന്നിരിക്കുന്ന ഈ ഏതാനും കൊച്ചു ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ, സങ്കീർത്തകൻ പറയുന്നത് പോലെ 50, 60, ഏറിയാൽ 80, 80 വർഷത്തിന്റെ ഈ ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ഏതാനും ദിവസങ്ങൾ, മാസങ്ങൾ വരുന്ന ഈ ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചുകൂടെ? സഭയ്ക്കും സമൂഹത്തിനും മറ്റുള്ളവർക്കും നന്മ ചെയ്ത് ഈ ജീവിതം തീർത്തുകൂടെ? എന്ത് തെരഞ്ഞെടുക്കുമ്പോഴും we look for a better option. നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ബെറ്റർ എന്താണെന്ന് അന്വേഷിക്കുന്നത്. ഏതായാലും മരിക്കണം. വെറുതെ ഈ പട്ടിയുടെ കടി കൊണ്ടും തലേ തേങ്ങ വീണും ഒക്കെ മരിക്കേണ്ട കാര്യമുണ്ടോ? വെള്ളമടിച്ച് ലിവറും പോയൊക്കെ മരിക്കേണ്ട കാര്യമുണ്ടോ? ഏതായാലും തീരും. എങ്കിൽ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചിട്ട് ജീവിക്കാൻ ഒരു കാരണമുണ്ടായിട്ട് കാരണത്തിന് വേണ്ടി മരിക്കുന്നതല്ലേ ഉന്നതമായ ലക്ഷ്യം. നിന്റെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ജീവിച്ചിരിക്കാനുള്ള ഒരു കാരണം മനസ്സിലാക്കിയിട്ട് എന്തിനു വേണ്ടിയാണ് ദൈവം നിന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ തിരിച്ചറിവിനും ആ ജ്ഞാനത്തിന് വേണ്ടി ഒരു ജീവിതം ജീവിക്കുന്നതല്ലേ എല്ലാറ്റിനേക്കാളും ഉന്നതമായ ലക്ഷ്യം. ഉന്നതമായ ഏത് തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ എടുക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. മക്കളെ, ജീവിക്കാൻ ഒരു കാരണം വേണം. ജീവിക്കാൻ ചിലതൊക്കെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ വേണമെന്നാ പറയുന്നത്. ഒന്ന്, ജീവിക്കാൻ ഒരു കാരണം ഉണ്ടാകണം. സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകണം എന്നാ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ പിന്നെ അവന് ജീവിക്കണമെന്ന് താല്പര്യം ഉണ്ടാകുക. നിനക്ക് ജീവിക്കാൻ ഒരു കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി അറിയണം എന്തിനാ നീ ജീവിച്ചിരിക്കുന്നേ. നീ മരിക്കും, എന്തായാലും മരിക്കും. എങ്കിൽ നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ അറിയണം നിന്നെ ദൈവം എന്തിന് ഇത്രയും നാള് ജീവിക്കാൻ അനുവദിച്ചു. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ചിലരുടെയൊക്കെ ജീവിതത്തിന്റെ അവസാന നാളുകളിലാണ് ഇന്നോളം ജീവിച്ചത് യഥാർത്ഥ കാരണത്തിന് വേണ്ടിയല്ല എന്ന് തിരിച്ചറിയുന്നത്. അതല്ലേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാരം. അവസാന ജീവിതത്തിന്റെ നിമിഷങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ ഭാരം നിറയാതിരിക്കാനാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത് 2 കൊരിന്തോസ് 5:15 വചനം പറയുന്നു, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കു വേണ്ടി ജീവിക്കാതെ, ഇന്നോളം നമ്മൾ ജീവിച്ചു, എനിക്ക് വേണ്ടി, എന്റെ മകന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, ഇവർക്കൊന്നും വേണ്ടി ജീവിക്കണ്ടെന്നല്ല പറയുന്നേ. മറിച്ച് അതിനേക്കാൾ ഉന്നതമായ ഒരു ലക്ഷ്യം നിനക്ക് കിട്ടിയ നീ അതിനു വേണ്ടി ജീവിക്കില്ലേ? അതാണ് ഈ പറയുന്നത്. പറയാൻ പോകുന്നത് ജീവിക്കാനുള്ള ബെസ്റ്റ് കാരണത്തെ കുറിച്ചാണ്. അതിനപ്പുറത്തേക്കില്ല. വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിരിക്കുന്നത്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും എന്നെ പ്രതി മരിക്കുകയും